നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. VS-ഉം പിണറായിയും മത്സരിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ നിർദ്ദേശം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണ്ടെന്ന് പൊതുധാരണ. ഫ്രാൻസിസ് ജോർജ് വിഭാഗവുമായി സഹകരിക്കാൻ LDF തീരുമാനം. മുന്നണി വിപുലീകരണം പിന്നീട്. വൈക്കം വിശ്വൻ കോട്ടയത്ത് മത്സരിച്ചേക്കും. ഇരവിപുരത്ത് മുകേഷിനെ പരിഗണിച്ചു CPIM. അങ്കമാലി സീറ്റ് നൽകില്ലെന്ന് ജേക്കബ് ഗ്രൂപ്പിനോട് കോൺഗ്രസ്. വെല്ലുവിളിയുമായി ജോണി നെല്ലൂർ. CP ജോണിന് കുന്നംകുളം. തിരുവമ്പാടി സീറ്റ് കൈമാറാമെന്നറിയിച്ച് മുഖ്യമന്ത്രിക്ക് PK കുഞ്ഞാലിക്കുട്ടി അയച്ച കത്ത് പുറത്ത്. കത്ത് പരസ്യമായതിൽ അതൃപ്തിയോടെ ലീഗ്. ഒരുപാട് കത്തുകളുണ്ടാവും. അത് ഉമ്മൻചാണ്ടിയും ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പറയുകയും ചെയ്യാം. LDF പട്ടികയ്ക്ക് മുൻപ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ UDF. 5 കോടി പിഴയടച്ചാൽ മാത്രം ശ്രീ രവിശങ്കറിന്റെ മഹാസമ്മേളനത്തിന് അനുമതിയെന്ന് ഹരിത ട്രിബ്യൂണൽ. നാളെ 5 മണിക്കുള്ളിൽ പണം കെട്ടിവെക്കാൻ അന്ത്യശാസനം. ജയിലിൽ പോകേണ്ടി വന്നാലും പിഴപ്പണം അടക്കില്ലെന്ന് ശ്രീ രവിശങ്കർ. കടമടയ്ക്കാതെ വിജയ് മല്യ മുങ്ങിയതിൽ പാർലമെന്റിൽ വാക്പോര്. മുങ്ങാൻ സർക്കാർ വഴിയൊരുക്കിയെന്ന് പ്രതിപക്ഷം. ഇളവ് കൊടുത്തത് UPA എന്ന് അരുൺ ജെയ്റ്റ്ലി. ഇസ്രത് ജഹാൻ കേസിലെ നിർണായക ഫയലുകൾ കാണാതായെന്ന് രാജ്നാഥ് സിംഗ്. തദ്ദേശീയമായി ഗതിനിർണയ സംവിധാനം വികസിപ്പിക്കുന്നതിൽ നിർണായക ചുവടുവയ്പ്. IRNSS 1F വിജയകരമായി വിക്ഷേപിച്ചു. അവസാന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം അടുത്ത മാസം. VS അച്യുതാനന്ദനോടും പിണറായി വിജയനോടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. ഇക്കാര്യം നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സീതാറാം യെച്ചൂരി റിപ്പോർട്ട് ചെയ്യും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടേണ്ടെന്ന് പോളിറ്റ് ബ്യൂറോയിൽ പൊതുധാരണയുണ്ടായി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സീതാറാം യെച്ചൂരിക്കും S രാമചന്ദ്രൻ പിള്ളയ്ക്കും പുറമെ പ്രകാശ് കാരാട്ടും പങ്കെടുക്കും. സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻപിള്ള, ബൃന്ദ കാരാട്ട്, AK പത്മനാഭൻ എന്നീ PB അംഗങ്ങൾ യോഗം ചേർന്നാണ് VS-നോടും പിണറായിയോടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. പ്രായം ചൂണ്ടിക്കാട്ടി VS തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന അഭിപ്രായം ചില PB അംഗങ്ങൾ നേരത്തെ പങ്കുവച്ചിരുന്നു. എന്നാൽ പോളിറ്റ് ബ്യൂറോയിലെ ഭൂരിപക്ഷം അംഗങ്ങളും VS-ഉം പിണറായിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. VS-ഉം പിണറായിയും മത്സരിക്കുമ്പോൾ ആരെയും മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാണിക്കേണ്ട എന്നാണ് PB-യിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധാരണ. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലേ ഉണ്ടാകൂ. തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് പദവി VS-ന് നൽകണം എന്നതിനെ സംബന്ധിച്ചും തീരുമാനമായിട്ടില്ലെന്നാണ് സൂചന. മുഖ്യമന്ത്രി പദവി നൽകുന്നില്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായ സ്ഥാനം നൽകുന്നതിനെ സംബന്ധിച്ചും പാർട്ടി ആലോചിക്കുന്നുണ്ട്. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തുന്ന സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും S രാമചന്ദ്രൻ പിള്ളയും VS-ുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. പോളിറ്റ് ബ്യൂറോ തീരുമാനത്തോട് പിണറായി വിജയന്റെയും VS അച്യുതാനന്ദന്റെയും നിലപാടാകും ഇനി നിർണായകമാകുക. 2006-ലും 2011-ലും ഉണ്ടായതുപോലുള്ള വിവാദങ്ങൾ ഇത്തവണ ഉണ്ടാകാതിരിക്കാനാണ് CPM കേന്ദ്ര നേതൃത്വം കിണഞ്ഞു ശ്രമിക്കുന്നത്. ദില്ലിയിലെ AKG ഭവനിൽ നിന്നും ക്യാമറാമാൻ ഫൈസൽ നീർക്കുന്നതിനൊപ്പം B ബാലഗോപാൽ, റിപ്പോർട്ടർ. ഈ വിഷയം ന്യൂസ് ടുഡേയിൽ ചർച്ച ചെയ്യുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ശ്രീ ഭാസുരേന്ദ്ര ബാബു മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും, ശ്രീ NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ KC ഉമേഷ് ബാബു കവിയും രാഷ്ട്രീയ നിരീക്ഷകനും. ഇവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ NM പിയേഴ്സൺ, കഴിഞ്ഞ 2 തവണയും VS അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഉണ്ടായ നാടകം ഇക്കൂടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 2 പേരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. CPIM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും ഗുണകരമാണോ പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒരുമിച്ച് മത്സരിക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു വിന്നിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം VS-ന് നിലനിൽക്കുന്നതായിട്ടുള്ള ജനസ്വാധീനവും ജനസ്വീകാര്യതയും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള കാര്യക്ഷമതയും ഒരുമിച്ച് ചേർക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വലിയ തരത്തിലേക്ക് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഐക്യവും അതേപോലെ തന്നെ സാധ്യതയും ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് 2 പേരും മത്സരിക്കട്ടെ എന്ന് പറയുന്ന തീരുമാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. മുൻപും ഈ തരത്തിലുള്ളതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നിരുന്നു. ഇതാണ് ഏറ്റവും വിന്നിങ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല പാർട്ടിക്കകത്ത് 2 അഭിപ്രായമുണ്ടെന്ന്. ഇവർ 2 പേരും ഒരുമിച്ച് മത്സരിച്ചാൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യത്തെയും രാഷ്ട്രീയ സാഹചര്യത്തെയും ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. റൈറ്റ്, അതാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, VS അച്യുതാനന്ദനും പിണറായി വിജയനും മത്സരത്തിന് ഉണ്ടാകണമെന്ന് പോളിറ്റ് ബ്യൂറോ നിർദ്ദേശിക്കുന്നു. ഏത് മത്സരമാകുമ്പോഴും ടീമിനൊരു ക്യാപ്റ്റൻ വേണം. LDF-ന്റെ ക്യാപ്റ്റൻ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനാണോ അതോ പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദനാണോ?
ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അങ്ങയോടാണ് ചോദ്യം. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ആരും നയിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിക്കും. അത് PBക്ക് അയക്കും. PBയുടെ അംഗീകാരത്തോടു കൂടി ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിക്കും. ഇതാണ് പാർട്ടി സ്വീകരിച്ചു വരുന്ന നടപടിക്രമം. ഇപ്പം മാത്രമല്ല, മുമ്പും അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്തൊരു പ്രത്യേകതയൊന്നുമില്ല. ഇതിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള വോട്ടെടുപ്പ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ BJPക്ക് കിട്ടിയ 282 സീറ്റുകളിലും നരേന്ദ്രമോദിക്കാണ് ആ പ്രതിനിധികളെക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടാവുക. അത്തരത്തിൽ നേതാവ് അങ്ങേയറ്റം പ്രധാനമാകുന്ന തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് നടക്കുന്നത്. അതുകൊണ്ട് നേതാവിന് വളരെ സവിശേഷമായൊരു റോൾ ഉണ്ടല്ലോ. മുഖ്യമന്ത്രി ആര് എന്നുള്ളത് തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ പാർട്ടി നടപടിക്രമങ്ങൾ അനുസരിച്ച് തീരുമാനിച്ചാൽ മതി. പക്ഷേ ഈ മത്സരത്തിന് പോകുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നായകൻ ഇദ്ദേഹമാണ് എന്ന് പറയേണ്ടതില്ലേ? അല്ല, വളരെ ക്ലിയറായി ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ നമ്മുടെ പാർട്ടിയും പറഞ്ഞിരുന്നു, ആരാണ് ലീഡർ, ആരാണ് നേതാവെന്ന് പറഞ്ഞ് മത്സരിക്കുന്നവരെ കീഴ്വഴക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. ബൂർഷ്വാ പാർട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർ പറയുമായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഒരാളുടെ പേര് പറഞ്ഞ ആൾ ജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? മുഖ്യമന്ത്രിയാക്കാൻ നോക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവരെ അവരുടെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി അതിലാരായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു നിർദ്ദേശം വരും. ആ നിർദ്ദേശമാണ് നമ്മൾ നടപ്പാക്കി വരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. ശരി, അതാണ് CPIM. അതിനപ്പുറം വേറെ ഇല്ല. ശരി 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 ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പൊതുവെ എല്ലാവരും കരുതുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയാണ് വിജയിക്കുന്നത് എങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്നാണ്. അങ്ങനെ നടക്കാനാണ് എല്ലാ സാധ്യതയും. പക്ഷേ അങ്ങനെ ജനങ്ങൾ കരുതുമ്പോഴും CPIMന് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ പിണറായി വിജയനാകും മുഖ്യമന്ത്രി എന്ന് പറയാനുള്ള ആത്മവിശ്വാസക്കുറവുണ്ടോ? അല്ല, അതിനകത്ത് ഇപ്പം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് CPMനെ സംബന്ധിച്ച് അങ്ങേയറ്റം സുസാധ്യവും അതുപോലെ തന്നെ അങ്ങേയറ്റം അനിവാര്യവും കൂടിയാണ് അഭിലാഷ്. നാം അത് മനസ്സിലാക്കണം. CPM മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ബംഗാളിൽ ആ പാർട്ടിയുടെ അവസ്ഥ വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ലഭിച്ചിരിക്കുന്ന അനുഗുണമായ അവസ്ഥ, ഇടതുപക്ഷം രാഷ്ട്രീയ അധികാരത്തിലേക്ക് കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്ന നിലയ്ക്ക് മലയാളികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. UDF ക്യാമ്പ് പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം അങ്ങേയറ്റം അനുകൂലമായ അവസ്ഥയും അനിവാര്യമായ വിജയം എന്ന ആവശ്യവും ചേർന്ന് പോളിറ്റ് ബ്യൂറോ ആലോചിക്കുമ്പോൾ നേരത്തെ പിയേഴ്സൺ പറഞ്ഞതുമാതിരി ഒരു വിന്നിംഗ് സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാ ഘടകങ്ങളും അങ്ങനെ നിൽക്കട്ടെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ ഇപ്പോൾ നിൽക്കുന്ന ഈ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ, ഒരു വിന്നിംഗ് സൊല്യൂഷൻ എന്ന നിലയ്ക്ക് രണ്ടുപേരും മത്സരിക്കട്ടെ എന്ന് വിചാരിക്കുകയല്ലാതെ ആരെങ്കിലും ഒരാൾ മത്സരിച്ചുകൊണ്ട് ഒരു അനുചിതമായൊരു മാധ്യമ ഇടപെടലും അനുചിതമായൊരു ഡിസ്കഷനുമൊക്കെ ഉണ്ടാക്കി ലഭിച്ചിരിക്കുന്ന ആനുകൂല്യം അന്യഥാ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് പാർട്ടി വിചാരിക്കുന്നതിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇടതുപക്ഷം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ശരിയായ ഒരു കാര്യമാണ്. തീർച്ചയായും ശരിയായ കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദയവായി ഉമേഷ് ബാബു, വിജയിക്കുക എന്നുള്ളത് അങ്ങേയറ്റം അനിവാര്യമാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അക്കാര്യത്തിൽ മറ്റൊരാലോചനയേ ഇല്ല. ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു തരത്തിലും വഴിതിരിഞ്ഞു പോകരുത് എന്ന നിർബന്ധ ബുദ്ധി, അതായത് ഈ രാഷ്ട്രീയ സാഹചര്യം മാറുന്ന തരത്തിലുള്ള മാധ്യമ ചർച്ചകളോ പാർട്ടി പ്രവർത്തകർക്കിടയിലെ ചർച്ചകളോ മറ്റൊരു കാര്യവും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വേണ്ട എന്നുള്ളത് കൊണ്ട് VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒരുമിച്ച് മത്സരിക്കുന്നു. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം എന്ന് പാർട്ടി പറയുന്നു. പക്ഷേ അപ്പോഴും പിണറായി വിജയനാണ് ഈ യുദ്ധത്തിലെ നായകൻ എന്നുള്ളത് വ്യക്തമല്ലേ? എനിക്ക് തോന്നുന്നത് നേരത്തെ കേട്ടിട്ടുള്ള ആശയങ്ങളൊന്നും വാസ്തവത്തിൽ വസ്തുതാപരമായിട്ട് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ബംഗാളിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് CPM അവതരിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ബിമൻ ബാസു പറഞ്ഞിട്ടുണ്ട് അവിടെ മുഖ്യമന്ത്രി ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ സൂര്യകാന്ത മിശ്രയായിരിക്കും മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള സൂചന നൽകിയിട്ട് തന്നെയാണ് കഴിഞ്ഞ അനേകം തെരഞ്ഞെടുപ്പുകളിൽ CPMഉം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇത്തവണയും അതാണ് ഉണ്ടാകുന്നത് ബംഗാളിലെങ്കിലും എന്ന് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ച് ഒരുപക്ഷെ വളരെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് വരുത്തി തീർത്ത് പറയുന്നതിന് പിറകിൽ തന്നെ ആ പാർട്ടി ചെന്ന് പെട്ടിട്ടുള്ള പ്രതിസന്ധികൾ തന്നെയാണുള്ളത്. കാരണം ഈ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേരള ഘടകമെങ്കിലും നിൽക്കുന്നത്. എന്നാൽ അപ്പോൾ ഈ VS എന്താണ് ചെയ്യുക? അദ്ദേഹമാണ് ജനപ്രിയൻ എന്ന് പറയുന്ന എത്രയോ കാലമായിട്ടുള്ള ഈ മൗലികമായ വൈരുദ്ധ്യത്തെ എങ്ങനെ പരിഹരിക്കും എന്നറിഞ്ഞുകൂടാത്ത ഒരു കേരള സംസ്ഥാന കമ്മിറ്റിയാണുള്ളത്. ഇതിൽ വിന്നിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമൊന്നുമല്ല. കാരണം എത്ര കുറിയായി ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കമ്മിറ്റികൾ ചേരുന്നു. ഏറ്റവും ഒടുവിൽ നാളെ കേരളത്തിൽ കമ്മിറ്റി ഉള്ളതുകൊണ്ട് ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോയുടെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേരുകയും അത് സാധാരണ ജനറൽ സെക്രട്ടറിക്ക് പുറത്ത് പഴയ ജനറൽ സെക്രട്ടറിയെ കൂടി ഒരു മധ്യസ്ഥനാക്കി കേരളത്തിലേക്ക് അയച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക ചെയ്യുന്നത്. ആരും നമ്മുടെ നിരീക്ഷകരാരും അതിനെ ഇങ്ങനെ കടത്തി കാണരുത്. കാരണം നാളത്തെ ആരംഭിക്കുന്ന കേരള ഘടകത്തിൻ്റെ മീറ്റിങ്ങുകൾക്ക് ശേഷം മാത്രമേ വാസ്തവത്തിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു ചിത്രം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. നാം പലപ്പോഴും നമ്മുടെ ആളുകൾ ആവേശത്തിൻ്റെ പുറത്ത്, വ്യക്തിപരമായ ആവേശത്തിൻ്റെ പുറത്ത് കഥയില്ലാതെ കാര്യങ്ങൾ കാണുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും കേരള CPMൻ്റെ സംഘടനാപരമായ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ വളരെ അവധാനത വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, അതാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. ശ്രീ NM പിയേഴ്സൺ, 92 വയസ്സ് കഴിഞ്ഞ VS അച്യുതാനന്ദൻ എങ്ങനെയാണ് ഈ വിന്നിംഗ് സൊല്യൂഷനിൽ അനിവാര്യനായി മാറുന്നത്? അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ഇരുന്ന ആളാണ്. CPIMനെ സംബന്ധിച്ചായാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചായാലും വലിയ സംഭാവനകൾ നൽകിയ ആളുമാണ്. പക്ഷേ ഇപ്പോൾ CPIMനെ സംബന്ധിച്ച് നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ VS അച്യുതാനന്ദൻ്റെ ജനപ്രിയത എന്നുള്ളത് ഒരു ഘടകമാണോ? അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്നാലും ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് മാറ്റം വരാനാണ് പോകുന്നത്? എന്നിട്ടും VS അച്യുതാനന്ദൻ മത്സരിക്കണം എന്ന് CPIM തീരുമാനിക്കുന്നതാണ് കുറച്ചൊക്കെ അത്ഭുതാവഹം. അല്ലാതെ പാർട്ടിക്കകത്ത് നമ്മൾ ഇന്ന് ഈ വിഷയം ആദ്യമായിട്ടല്ലോ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന വിഭാഗീയത അത് വളരെ പ്രകടമാണ്. എക്കാലത്തും അത് നിലനിൽക്കുമെന്ന് തന്നെ കരുതുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഇരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ജയിക്കുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. നേരത്തെ ഭാസുരേന്ദ്രബാബു സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിജയം അനിവാര്യമാണ്. ഈ വിജയമില്ലെങ്കിൽ ഒരിക്കൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഇനി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം പ്രസക്തമായി തീരുന്ന ഈ വിഭാഗീയത എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങൾ, VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും അനുകൂലിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ ദീർഘകാലമായി ഉണ്ടായിരുന്നു. അത് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ബ്രാഞ്ച് വരെ അതിൻ്റെ ഒരു പ്രതിഫലനവും ഉണ്ടായിരുന്നു മുൻപ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ നിൽക്കുന്ന അവസ്ഥ, അതിലേതെങ്കിലും ഒരു വിഭാഗം, ഒരു നേതാവില്ലെങ്കിൽ പിണങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ പിൻവലിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, അങ്ങനെയൊന്നുമുള്ള ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ CPIMനെ സംബന്ധിച്ച് ഇപ്പോഴില്ലല്ലോ സംഘടനയ്ക്കകത്ത്. അങ്ങനെ കാണുന്നത് ശരിയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിൽ വ്യത്യാസങ്ങളുണ്ട്. മുൻകാലങ്ങളിലുള്ളതുപോലെയുള്ള ശക്തി ഒരു വിഭാഗത്തിനില്ല, അല്ലെങ്കിൽ VS വിഭാഗത്തിനില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഇല്ലാതാക്കിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. ആ അവശിഷ്ടങ്ങൾ നിലനിൽക്കുകയും ആ അവശിഷ്ടങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് വന്നാൽ അത് ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള അനുകൂല സാഹചര്യത്തെ തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ളതാണ് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും മത്സരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മാത്രമല്ല VS അച്യുതാനന്ദൻ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കാനായിട്ട് തയ്യാറുമല്ലാത്തതായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ പാർട്ടിയുടെ ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരു വിഭാഗത്തിനും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും വിജയം ഒരാവശ്യമാണ്. ആ വിജയത്തിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരുമയുണ്ടാക്കി മുന്നോട്ട് പോകാനായിട്ട് പറ്റുക, നാടകങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാനായിട്ട് പറ്റും, അതൊക്കെ ആലോചിക്കുന്ന സമയത്ത് അവരുടെ മുന്നിലുള്ള ഏക സൊല്യൂഷനായിട്ടാണ് ഈ ഇരുകൂട്ടരെയും മത്സരിപ്പിക്കുക എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെട്ടിരിക്കുന്നത്. ശരി, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ ഏക പരിഹാരം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞോ? 2006 ഇതേമാതിരി VS അച്യുതാനന്ദനും പിണറായി വിജയനും മത്സരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം. ആ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം VS അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിയായത് നമ്മൾ കണ്ടതാണ്. അന്നത്തെ ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി പാർട്ടിക്കകത്തും പുറത്തുമുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ച് നേരത്തെ ഉള്ള തീരുമാനം മാറ്റി VSനെ മത്സരിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് 10 വർഷത്തിനിപ്പുറം ഇങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുക്കുകയും നാളെ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അതും മാറാനുള്ള സാധ്യതയില്ലേ? പാർട്ടിയുടെ
സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം ആരാഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടേ ഉള്ളൂ. നാളെയും മറ്റന്നാളും കൂടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനുശേഷം കൂടുന്ന സംസ്ഥാന കമ്മിറ്റി യോഗമേ കേരളത്തിലെ CPM-ൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനത്തിലെത്തും. അതുവരെ കാത്തിരിക്കലല്ലാതെ അതിപ്പോൾ ഇതിനു മുമ്പ് വരെ VS-നെ മത്സരിപ്പിക്കില്ല, പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, അതല്ല VS ആണ് മുഖ്യമന്ത്രി, ഈ തർക്കങ്ങളൊക്കെ പറഞ്ഞു നടന്നു. ആരാണ് മുഖ്യമന്ത്രി, ആര് തന്നെ നയിക്കണമെന്നുള്ളതെല്ലാം 2 ദിവസം നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിക്കും. PB-യുടെ അംഗീകാരത്തോടു കൂടി അത് നടപ്പാക്കും. അതിനപ്പുറം ഈ മത്സരത്തെ സംബന്ധിച്ച് വേറൊന്നും പറയാനില്ല. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആരാണ് നായകൻ എന്നുള്ളത് പ്രാധാന്യമില്ലാത്ത ഒന്നാണോ? ബീഹാറിൽ ജനതാദൾ യുണൈറ്റഡ് എന്നുള്ള പാർട്ടിയേക്കാൾ വിജയിക്കുന്നത് നിതീഷ് കുമാറാണ്. പശ്ചിമ ബംഗാളിൽ അത് മമതാ ബാനർജി ആയിരുന്നു. രാജ്യമൊട്ടാകെ എടുത്താൽ നരേന്ദ്രമോദി ആയിരുന്നു. ഡൽഹിയിൽ അത് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ നേതാവിന് വോട്ട് ചെയ്യുക എന്ന പ്രവണത ഇന്ത്യൻ വോട്ടർമാരിലുണ്ട് എന്നുള്ളതാണ് ഈ സമീപകാലത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ മനസ്സിലാക്കുന്നത്. കേരളത്തിലും അത് വിഭിന്നമാകാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് നായകൻ ആര് എന്നുള്ളത് ഇവിടെ CPIM പറയുന്നത് പോലെ ഒരു പ്രശ്നമല്ല എന്നും അത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്ററി പാർട്ടി തീരുമാനിക്കേണ്ട ഒന്ന് മാത്രമാണ് എന്നുമുള്ള അവസ്ഥയിൽ നമുക്ക് ഈ ചർച്ച കൊണ്ടുപോകാൻ സാധിക്കുമോ? അത് അഭിലാഷ്, 2 ശരികളാണ് അവിടെ വരുന്നത്. അതിൻ്റെ ഒരു അപഹാസ്യതയും അതുതന്നെയാണ്. ഞാൻ പറയട്ടെ, ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇയാളാണ്, ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന നായകൻ ഇയാളാണ് എന്നൊന്നും പറയാറില്ല. ശരിയാണ്. പക്ഷേ ആ സാഹചര്യം നമുക്ക് തരുന്നൊരു ഉത്തരമുണ്ട്. ആരാണ് സത്യത്തിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, ആരാണ് നയിക്കാൻ പോകുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് 1957 മന്ത്രിസഭ വരുന്ന സമയത്തും നായകനെയൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും അന്ന് മുഖ്യമന്ത്രിയായി പലരും ഗണിക്കപ്പെട്ടിരുന്നെങ്കിലും ഒടുവിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് മുഖ്യമന്ത്രിയായത്. 67 അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെയാണ്, EMS തന്നെയാണ് നായകനും മുഖ്യമന്ത്രിയും എന്ന കാര്യം പാർട്ടി പറയാതെ തന്നെ ആളുകൾക്ക് അറിയാൻ കഴിയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അത് ആ പാർട്ടിയിലുള്ള സ്ഥാനങ്ങളിലുള്ള മഹിമ, ഏറ്റവും ഉന്നതരായ സ്ഥാനീയൻ, പ്രായത്തിൻ്റെ പക്വതയുടെ, പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ പക്വത, അത്തരത്തിലുള്ള കാര്യങ്ങളിലെ അറിവ്, ജനകീയ അംഗീകാരം, ഈ ഘടകങ്ങളൊക്കെ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ സാമാന്യ ബുദ്ധിയിൽ എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അഭിലാഷ് ചോദിക്കുന്നതിന് ഉത്തരമെന്ന നിലയ്ക്ക് പറയണമെങ്കിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും VS അച്യുതാനന്ദൻ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളുടെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും നായകസ്ഥാനത്ത് വരുന്നത്. അത് അരുവിക്കരയിൽ നാം കണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്നില്ല. VS അച്യുതാനന്ദൻ തന്നെ മുഖ്യമന്ത്രിയാകുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കുന്ന നിലയ്ക്ക് പോകാതെ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ സ്ഥാനമാണ് പോളിറ്റ് ബ്യൂറോ അംഗം, സീനിയോറിറ്റി. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറയുന്നത് ഈ സാഹചര്യം നാം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കാണേണ്ട ചില ദൗർബല്യങ്ങളുണ്ട്. ഒന്ന്, ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ VS അച്യുതാനന്ദൻ സാധാരണഗതിയിൽ പാർട്ടിയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. VS അച്യുതാനന്ദൻ തന്നെ ആയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം പാർട്ടി തുടരുന്നത് എന്ന യാഥാർത്ഥ്യമുണ്ട്. മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്തതും അനുവദിക്കപ്പെടാത്തതും ആയ വിട്ടുവീഴ്ചകൾ സ്ഥാപക നേതാവെന്ന നിലയ്ക്കും ഏറ്റവും ഉന്നതനായ നേതാവെന്ന നിലയ്ക്കും പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ പ്രത്യേക പരിനാളനകൾ കേരളത്തിൽ ലഭിക്കുന്ന നേതാവ് എന്ന നിലയ്ക്കും ഒക്കെ പാർട്ടിക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ആ യാഥാർത്ഥ്യമാണ് നാം കാണേണ്ടത്. അത് പ്രായോഗികമായ ഒരു തീരുമാനമാണ് CPIM-നെ സംബന്ധിച്ച് ഇപ്പോൾ എടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രായോഗികമായ തീരുമാനം എന്ന് വിശദീകരിക്കപ്പെടും. ഇത് പിന്നീടായാലും ശ്രീ KC ഉമേഷ് ബാബു, VS അച്യുതാനന്ദൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 92 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ നായകസ്ഥാനത്ത് അവരോധിക്കപ്പെടില്ല. പലതവണ പാർട്ടിയുമായി വിയോജിച്ച് ഏറ്റുമുട്ടലിൻ്റെ ഘട്ടത്തിൽ എത്തിയതിന് ശേഷവും അദ്ദേഹം നായകസ്ഥാനത്തേക്ക് ഉയർന്നു വരില്ല. VS അച്യുതാനന്ദനെ സംബന്ധിച്ച് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നയിക്കാം, മത്സരത്തിനില്ല എന്ന നിലപാട് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് എടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് അദ്ദേഹത്തെ മത്സരിപ്പിച്ചേ പറ്റൂ എന്നുള്ളതല്ലേ സാഹചര്യം? അല്ല, അതുതന്നെയാണ് അതിൻ്റെ സാഹചര്യം. കാരണം ഇപ്പം 2006 2011 നാടകങ്ങൾ ആവർത്തിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെറും ബടായി പറച്ചിലല്ലേ? കാരണം 2006 2011 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി ആരായിരുന്നു? VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനായിരുന്നു. ഞങ്ങളൊക്കെ നാം എല്ലാവരും അതിന് സാക്ഷികളാണ്. 2006 2011 സീറ്റ് നിഷേധിക്കപ്പെട്ട അച്യുതാനന്ദൻ്റെ പടം
കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വെച്ചിട്ടും പരമാവധി സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ കൊണ്ടു നടന്നിട്ടുമാണ് വോട്ട് പിടിച്ചത്. അതുകൊണ്ട് CPM-ന് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വലിപ്പം അറിയാം. ഒരുപക്ഷെ കേരളത്തിലെ മനുഷ്യരുടെ മുമ്പിൽ കേരളത്തിൽ തീർച്ചയായിട്ടും ആദർശത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഡൽഹിയിലെ JNU-ലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ബീഫ് പ്രശ്നത്തിലോ ഒരുപക്ഷെ കേരളത്തിൻ്റെ അകത്ത് ഇത്രയധികം സാമൂഹ്യമായ വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്. ആദർശത്തിൻ്റെ ഒരു ബാക്കി വാസ്തവത്തിൽ കേരളത്തിലെ മധ്യവർഗത്തിനകത്ത് ധാരാളമായിട്ട് അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതുകൊണ്ട് VS-ന് കിട്ടുന്നൊരു പരിഗണന നമുക്കൊക്കെ മനസ്സിലാകേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ചീത്തയായ ഒരു CPM എന്ന് പറയുന്ന പാർട്ടിയിലെ നല്ലവനായ ഒരു നേതാവ് എന്നുള്ളതാണ് VS-ന് കിട്ടുന്ന ഒരു പൊതുജന പരിഗണന. അത് ക്യാഷ് ചെയ്യുക എന്നുള്ളതാണ് CPM കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രവർത്തനങ്ങൾ. VS മത്സരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടാകും. ഇന്നലെ VS പത്രക്കാരോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഭാഷയും നോക്കണം, അതൊക്കെ കേന്ദ്ര നേതൃത്വം പറയുമെന്നാണ്. അദ്ദേഹത്തിന് എന്തോ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നൊരു അർത്ഥം. കാരണം ഇത് പല വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു അവസരം കേരള സംസ്ഥാന കമ്മിറ്റിയിൽ നൽകുകയാണെങ്കിൽ VS ആയിരിക്കും നയിക്കും എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഇനി വരാൻ പോകുന്ന ഒരു 2 മാസത്തെ സാഹചര്യങ്ങൾ, അതിനകത്തുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, ഇതൊക്കെ ചേർന്ന് ജയിച്ചു വരികയാണെങ്കിൽ ഒന്നുകിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യം വരുന്ന ഒരാൾ VS ആകാനാണ് വലിയ സാധ്യത. അതിനെ മുന്നിൽ കാണുന്നത് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഒരു നായകനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയം ബൂർഷ്വാ പാർട്ടികളുടെ രീതിയാണ് ഞങ്ങളുടേതല്ല എന്ന് പറയാം. പക്ഷേ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും VS അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിയായത് കണ്ടു. VS അച്യുതാനന്ദൻ്റെ ഫ്ലക്സ് ബോർഡോടുകൂടിയായിരുന്നു CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള സ്ഥാനാർത്ഥികളൊക്കെ മത്സരിച്ചത്. അപ്പോൾ നേതാവ് എന്നുള്ളത് അങ്ങേയറ്റം പ്രധാനമാണ്. അതിപ്പോൾ മാത്രമല്ല, മുൻപും CPIM-നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. സമാനമായൊരു സാഹചര്യം, ഇതാണ് ഞങ്ങളുടെ നേതാവ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്ന സാഹചര്യം ഓരോ സ്ഥാനാർത്ഥിക്കും ഈ നേതാവിന് കീഴിലാണ് ഞങ്ങൾ എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഇക്കുറിയും ഉണ്ടാകാമല്ലോ. ശ്രീ ഉമേഷ് ബാബു ഇവിടെ പറയുന്നത് കേട്ട് ചീത്തയായ ഒരു പാർട്ടിയിലെ യോഗ്യനായ ഒരു കമ്മ്യൂണിസ്റ്റാണ് VS അച്യുതാനന്ദൻ, നേതാവാണ് കമ്മ്യൂണിസ്റ്റ്. എങ്ങനെയാ ചീത്തയായ പാർട്ടിയിലൊരു യോഗ്യൻ വരുന്നത്? VS അച്യുതാനന്ദൻ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായ ഒരാളാണ്. അപ്പോൾ ആ പാർട്ടി ചീത്തയാണെങ്കിൽ അദ്ദേഹം ചീത്തയായിരിക്കുമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊള്ളരാത്താണെങ്കിൽ അതിൽ നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് നന്നാവുക? അതുകൊണ്ട് ആ വിമർശനം ഞാൻ നിരാകരിക്കുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വേർപെടുത്തിയെടുത്ത് VS-നെ കാണാനാണ് ഇവർ കുറേ ആൾക്കാർ ശ്രമിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായതുകൊണ്ടാണ് പാർട്ടി തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. അദ്ദേഹം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണിക്കപ്പെടുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇവിടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ഉള്ള തീരുമാനത്തിൽ ഇതുവരെ ഇവരെല്ലാം പറഞ്ഞു നടന്നത് VS-ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കില്ല. ഇപ്പോൾ VS-ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന കാര്യമൊന്നും ഇവിടെ തീരുമാനിച്ചിട്ടില്ല പാർട്ടി. അങ്ങനെ വരുന്ന VS-ഉം പിണറായി വിജയനും തമ്മിലടിച്ചുകൊണ്ട് ഇവിടെ UDF-ന് അധികാരത്തിൽ വരാനുള്ള സൗകര്യം ഒരുങ്ങുന്നവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. ആ അന്തരീക്ഷം ഇപ്പോൾ കാണുന്നില്ല. നാളെയും മറ്റന്നാളും കൂടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരൊക്കെ മത്സരിക്കണമെന്നുള്ളതിനൊക്കെ തീരുമാനിക്കുകയും ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് നേരത്തെ മിസ്റ്റർ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ച പോലെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല വിശ്വസിക്കുന്നത്. ആ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ചിന്തിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഈ ഉറഞ്ഞു തുള്ളലിനെ തടയണമെന്നാഗ്രഹിക്കുന്ന ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ, പുരോഗമന ചിന്താഗതിക്കാർ, മതേതര വിശ്വാസികൾ, വർഗീയ വിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകൾ, അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരണമായ ഒരു അന്തരീക്ഷം ഒരുങ്ങി വരുമ്പോൾ ചിലർക്ക് വിഷമമുണ്ടാവാം. UDF ജയിച്ചു വരുന്നില്ല, ഇവർ തമ്മിലടിച്ച് നശിക്കുമെന്ന് കരുതി തമ്മിലടിച്ച് നശിക്കുന്നില്ല. തമ്മിലടിച്ച് നശിക്കാനല്ല, പാർട്ടിയുടെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും, അത് പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്ത് തീരും. അതിനപ്പുറം അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരേ അഭിപ്രായത്തിൽ പാണക്കാട് തങ്ങൾ പറയുന്ന അനുസരിക്കുക, സോണിയാഗാന്ധി പറയുന്ന അംഗീകരിക്കുക, അങ്ങനെയുള്ളൊരു ബൂർഷ്വാ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഓരോ സഖാവിനും ഓരോ സാധാരണ സഖാവിനും നേതാവിനും ഒക്കെ അഭിപ്രായമുണ്ടാവും. ആ അഭിപ്രായം അവർ പ്രകടിപ്പിക്കും, ചർച്ച ചെയ്ത് ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് അത് പ്രയോഗത്തിൽ വരുത്തും. ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കാതെ ഏതെങ്കിലും ഒരാൾ നിന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് നിൽക്കാനും സാധിക്കില്ല. അതാണ് സമീപനം. ശരി, അതാണ് CPIM-ന്റെ സമീപനം. താങ്കൾ വിശദീകരിച്ചു കഴിഞ്ഞു. ശ്രീ NM പിയേഴ്സൺ, ശരിയാണ്, ഇപ്പോൾ യാതൊരു തരത്തിലുള്ള അലോസരവും ഉണ്ടാക്കാൻ CPIM-നോ LDF-നോ ആഗ്രഹമില്ല. VS അച്യുതാനന്ദൻ ഇത്തവണയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു.
എന്നുള്ളതിനപ്പുറത്ത് നോക്കൂ, കേരളത്തിനൊരു മുഖ്യമന്ത്രിയെ വേണമല്ലോ. അടുത്ത മുഖ്യമന്ത്രിയെക്കുറിച്ച് കേരളം ആലോചിക്കുമ്പോൾ വി.എസ്. അച്യുതാനന്ദൻ മഹാനായ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പ്രധാനപ്പെട്ട തടസ്സമല്ലേ. 92 വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനേക്കാൾ ഉപരിയായി കുറെ കൂടി വേഗതയുള്ള, കുറെ കൂടി ചടുലമായി ഇടപെടാൻ കഴിയുന്ന, കുറെ കൂടി യുവത്വമുള്ള ഒരാൾ നായകനായി വരട്ടെ എന്ന് ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കില്ലേ? അല്ല, ഇത് നമുക്കങ്ങനെ ഒറ്റപ്പെട്ട ഒരു വിഷയമായിട്ട് എടുത്ത് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കേരളത്തിലെ പാർട്ടിയെ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ചർച്ച നടത്താൻ പറ്റുള്ളൂ. കേരളത്തിലെ പാർട്ടി ഈ പാർട്ടി അല്ലായിരുന്നെങ്കിൽ വി.എസ്. അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിയാവുന്നതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യില്ല. വി.എസ്. അച്യുതാനന്ദനെ വിരമിക്കാനായിട്ട് എത്രയോ മുമ്പ് പാർട്ടി തീരുമാനമെടുത്ത് വിടുമായിരുന്നു. ഒരു തർക്കമില്ല. ഇപ്പോൾ ആനന്ദൻ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഭാ സവിശേഷതകളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് CPM പ്രവർത്തിക്കുകയാണെങ്കിൽ വി.എസ്. അച്യുതാനന്ദൻ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ ഒരു പുല്ലും ഈരായത്ത് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അതല്ല ഈ പാർട്ടി. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ ഒരിക്കലും ഒരു നേതാവിൻ്റെ പടം വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും വോട്ട് പിടിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധമായിട്ടുള്ള മുൻധാരണകളെയും അതേപോലെ തന്നെ പരിപാടികളെയും മാറ്റി തീർത്തുകൊണ്ട് ഓരോ നേതാവും, അനുകൂലിക്കുന്ന നേതാവും എതിരായിട്ടുള്ള നേതാവും ഒക്കെ വി.എസ്. അച്യുതാനന്ദൻ്റെ പടം വെച്ചുകൊണ്ട് വോട്ട് പിടിക്കാനായിട്ട് നടന്നിരുന്നത്. അത് ഈ പാർട്ടിക്കകത്ത് തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഈ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ പ്രത്യേക തരത്തിൽ പരുവപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുന്നിൽ അലവസരങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മാത്രമാണ് ഈ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്ന് അകത്ത് നിൽക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രചോദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും പറയുന്നൊരു കാര്യമാണ്. അതാണ് പാർട്ടി ഇപ്പോൾ കരുതലോടുകൂടി തീരുമാനിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇതിനകത്ത് വി.എസ്. അച്യുതാനന്ദൻ്റെയോ പിണറായി വിജയൻ്റെയോ മുഖ്യമന്ത്രി സ്ഥാനത്തിനല്ല കേരളത്തിൽ ഇപ്പോൾ പ്രസക്തിയുള്ളത്. കാരണം കേരളത്തിലൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ സാധ്യത ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഗൗരവമായിട്ട് ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വിജയമാണ് പ്രശ്നം, അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും വിജയമല്ല. അതുകൊണ്ട് ആ വിജയ സാധ്യത ഉണ്ടാകണമെങ്കിൽ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് തന്നെ മത്സരിപ്പിക്കേണ്ടതാണ് എന്നത് പൊതുസമൂഹത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലുള്ളൊരു സാധ്യതയാണ് അതിൻ്റെ തള്. ശരി, ശ്രീ ഭാസുരേന്ദ്ര ബാബു, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയുടെ തുറുപ്പു ചീട്ട് വി.എസ്. അച്യുതാനന്ദനായിരുന്നു. അതിനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നുണ്ടോ? വി.എസ്. അച്യുതാനന്ദൻ എന്ന നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിരൂപങ്ങളായി സ്ഥാനാർത്ഥികൾ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട അവസ്ഥ, അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് ബോർഡ് തുടങ്ങിയവയൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് വിജയത്തിന് അനിവാര്യമാണോ? അല്ല, അതിനകത്ത് ഇവിടെ നേരത്തെ ശ്രീ ഉമേഷ് ബാബു സൂചിപ്പിച്ചല്ലോ, ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി, തെറ്റായൊരു പാർട്ടിയുടെ ശരിയായ നേതാവ് എന്ന നിലയ്ക്ക് സത്യത്തിൽ ഉമേഷ് ബാബു പറയുന്ന അഭിപ്രായം ഇവിടെ മാധ്യമലോകം സൃഷ്ടിച്ച് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തൊരു അഭിപ്രായമാണ്. അത് പറയുന്നതിന് ശരാശരി പത്രങ്ങൾ വായിച്ചാൽ മാത്രം മതി മലയാളി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള അവബോധങ്ങളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ സംസാരിക്കാനാകില്ല. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഒരു ശരിയായ നേതാവിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന കുഞ്ഞാടുകളുടെ ഒരു കൂട്ടമല്ല. അല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ശരിയായ നേതാക്കളാൽ നയിക്കപ്പെടേണ്ടതല്ല ആളുകൾ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നവർ കൂടിയാണ്. അങ്ങനെ വരുമ്പം ആ നിലയ്ക്കുള്ള മാധ്യമ ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാനാവില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ താങ്കൾ സൂചിപ്പിച്ച, അഭിലാഷ് സൂചിപ്പിച്ച് ഈ ഫ്ലെക്സ് വെക്കുമ്പോൾ വി.എസ്. അച്യുതാനന്ദൻ്റെ പടവും വലിയ പടവും ചെറിയ കുഞ്ഞൻ എന്താ പറയുക കാൻഡിഡേറ്റിൻ്റെ പടവുമൊക്കെ വെക്കുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാത്രം കണ്ട തെറ്റായ ഒരു പ്രവണതയാണ് CPM-നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച്. അങ്ങനെ ഒരു ഗോഡ് ഫാദറെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്ന രീതിയില്ലാത്തത് കൊണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു വികാരവും രീതിയും കോൺഗ്രസിൽ നിന്ന് എങ്ങനെ പകർന്നു കിട്ടിയെന്ന അത്ഭുതമാണ് എനിക്കുള്ളത്. ഇത്തവണയെങ്കിലും അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ അനധികൃതമായി വി.എസ്. അച്യുതാനന്ദനെ പോലെ ഊതിപ്പെരിപ്പിച്ച പ്രതിച്ഛായയുള്ള ആളുകൾ വീണ്ടും വീണ്ടും അലങ്കോലങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയായോ ഒരു വീടായോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മാത്രം കാര്യമല്ല ഉമേഷ് ബാബു, അതിനെ ആശ്രയിച്ചും വിശ്വസിച്ച് നിൽക്കുന്ന അസംഖ്യം ബഹുജനങ്ങളുടെ കൂടിയൊരു വികാരമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റ് ചെയ്യുമ്പോൾ ജനങ്ങളത് തിരുത്തേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഇത്തവണ തിരുത്തപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണോ ശ്രീ കെ.സി. ഉമേഷ് ബാബു? വി.എസ്. അച്യുതാനന്ദൻ കഴിഞ്ഞ 2 തവണയും ഉണ്ടാക്കിയിട്ടുള്ള ഓളം ഇക്കുറി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്
കഴിയുമോ? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും ശേഷിയുടെ അപ്പുറത്ത് അദ്ദേഹത്തിന് അങ്ങനെ ഓളമുണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വേണമല്ലോ. വില്ലന്മാരുണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും അവിടെ ഒരു നായകനും വരേണ്ടത്. ഇവിടെ പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്രയും ആനുകൂല്യം വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച്, അങ്ങനെ ഒരു പൊതുബോധ നിർമ്മിതിക്ക് ആവശ്യമായ സാഹചര്യം വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് ഇല്ല. പൊതു രാഷ്ട്രീയവും അങ്ങനെ തന്നെ. ഇടതുപക്ഷത്തിന് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ അധികാരത്തിലെത്താൻ കഴിയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയമായ ധ്രുവീകരണം ഇവിടെ നടന്നിട്ടില്ലേ? അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ മാജിക്ക് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണോ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം? അല്ല, വി എസ് അച്യുതാനന്ദനെ ഞാൻ നേരത്തെ പറഞ്ഞത് ആനത്തലവട്ടവും ഭാസുരേന്ദ്ര ബാബുവും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിങ്ങൾ മീഡിയ നിർമ്മിച്ചതാവട്ടെ എന്തോ ആവട്ടെ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരളീയ രാഷ്ട്രീയത്തിൻ്റെ പൊതുബോധത്തിനകത്ത് ഇതിനകം രൂപപ്പെട്ട് കഴിഞ്ഞൊരു സാമാന്യ ബോധത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചീത്തയായ ഒരു പാർട്ടിയിലെ നല്ലവനായ നേതാവാണെന്നാണ് വി എസ് അച്യുതാനന്ദന് ലഭിക്കുന്ന വലിയ ജനകീയ പരിഗണന. ഈ പരിഗണന അങ്ങനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ CPM ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ വസ്തുത അങ്ങനെ മൂടി വെക്കാനാവും. അതുകൊണ്ടാണ് 140 മണ്ഡലങ്ങളിൽ മുമ്പൊന്നും ഇല്ലാത്തവരെ 2006 മുതൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒറ്റ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സാഹചര്യം നമ്മളാരും ഉണ്ടാക്കിയല്ല, CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയതാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നമുണ്ടല്ലോ, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഉടനെ പോകും, കാരണം അത് മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതാണ് എന്നാണല്ലോ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരായ ഈ സുഹൃത്തുക്കളൊക്കെ സ്ഥാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെത്രാങ്കായൽ നികത്തിയ പ്രശ്നത്തിൽ ഈ പറയുന്ന വസ്തുതകൾ ലോകത്തിന് മുമ്പിൽ വന്നു നിൽക്കുകയാണ്. മെത്രാങ്കായൽ നികത്താനുള്ള പദ്ധതി ആദ്യം ഉണ്ടാക്കിയത് എളവരം കരീമാണ്. കഴിഞ്ഞ LDF ഗവൺമെൻറ് വി എസ് അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. അത് UDFകാർ ഉന്നയിക്കും. ഇപ്പോഴും തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി അത് കൊണ്ടുവന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിക്കും വി എസ് അച്യുതാനന്ദൻ്റെ കഴിഞ്ഞ ഗവൺമെൻറ് ഒരൊറ്റ വികസന പരിപ്രേക്ഷ്യമുള്ളത്. പക്ഷേ ഈ പ്രധാനപ്പെട്ട പ്രശ്നത്തെ എவ்விധമാണ് ജനങ്ങൾക്ക് മുമ്പിൽ LDFും CPMും മറികടക്കുക അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഇമേജ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന മെത്രാൻ കായൽ നികത്തുന്ന പ്രശ്നത്തിൽ UDF ഗവൺമെൻറ് വെട്ടിലാവുമ്പോൾ അച്യുതാനന്ദൻ്റെ ശബ്ദത്തിനാണ്, വേറൊരു പാർട്ടി നേതാവിൻ്റെ ശബ്ദത്തിന് മുൻതൂക്കമില്ല. എന്ന് മാത്രമല്ല, എളവരം കരീം എന്താ മിണ്ടാത്തത്? കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ, മിണ്ടിക്കൂടെ? കഴിഞ്ഞ സർക്കാരിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ. ആരോപണം ഉണ്ടാകുമ്പോൾ മിണ്ടുന്നില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് വാസ്തവത്തിൽ ഭാസുരേന്ദ്ര ബാബുവിനോടോ അല്ലെങ്കിൽ PS-നോടോ എനിക്ക് വ്യക്തിപരമായി വളരെ ബഹുമാനമുള്ള ആനത്തല വട്ടത്തോടോ എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാൻ പറ്റാത്തത്, ഒരൊറ്റ വികസന പരിപ്രേക്ഷ്യവും കാഴ്ചപ്പാടുമായി ഭരിക്കുന്ന 2 മുന്നണികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ വ്യക്തി ജീവിതവും ഒരുപക്ഷെ മാധ്യമ പരിലാളനയും ഒക്കെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള വളരെ പോപ്പുലിസ്റ്റായ ഒരു പരിവേഷത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ദുരന്തം CPMനെ കഴിഞ്ഞ 10 വർഷമായി വേട്ടയാടുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉപയോഗിക്കാതെ പറ്റില്ല. കാത്തിരുന്ന് കാണുക നിങ്ങൾ. ശരി, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അതാണ് കാതലായ പ്രശ്നം. വി എസ് അച്യുതാനന്ദൻ എന്ന ബിംബത്തെ മുന്നിൽ നിർത്തിയേ CPIMനും ഇടതുമുന്നണിക്കും തെരഞ്ഞെടുപ്പിൽ നേരിടാൻ സാധിക്കുകയുള്ളൂ എന്ന അവസ്ഥയുണ്ടോ? 92 വയസ്സ് കഴിഞ്ഞ സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ട അവസ്ഥയിൽ വി എസ് അച്യുതാനന്ദൻ വീണ്ടും മത്സരിക്കുന്നുണ്ട് എങ്കിൽ, അതിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നണിയും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ, ഞങ്ങൾക്ക് മുൻപിൽ നിർത്താൻ ഇത്രയും വിശ്വാസ്യതയുള്ള ഇത്രയും ജനപ്രീതിയുള്ള മറ്റൊരു നേതാവില്ല. വേറൊരു നേതാവിനെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ അപകടം പറ്റിയേക്കാം എന്ന ആപൽ ശങ്ക എന്ന വിശ്വാസം അതിലുണ്ടാകുമല്ലോ. തൊണ്ണൂറ്റി വയസ്സായ വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിര ക്ഷണിതാവാണ്. അങ്ങനെ ഒരാളെ വി എസിനെ അല്ലാതെ അതിനൊക്കെ ഒരു ഏജ് ലിമിറ്റേഷനുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ ഈ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കണം എന്ന ഒരു ലിമിറ്റേഷനുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീ വി എസ് അച്യുതാനന്ദനെ നിലനിർത്തിയത് അദ്ദേഹം ഈ പാർട്ടിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്തിട്ടാണ്. എൻ്റെ സുഹൃത്തായ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞ പോലെ ഊതിപ്പരിക്ക് ബലൂൺ അല്ല അദ്ദേഹം. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞാൽ വി എസിനെ അത്തരത്തിലല്ല ജനങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം വഹിക്കേണ്ട ചുമതലകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. ആ മാന്യത CPMനുണ്ട്. അദ്ദേഹം ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് CPIM. CPM വേറെ, വി എസ് അച്യുതാനന്ദൻ വേറെ എന്ന് ചില ആൾക്കാർ അടർത്തിയെടുക്കാൻ പോകുന്നു. ഇപ്പോഴും എൻ്റെ സുഹൃത്ത് ഉമേഷ് ബാബു പറഞ്ഞത് CPM ചീഞ്ഞ് നാറിപ്പോയി, കൊള്ളരുതാത്തൊരു പാർട്ടി, അതിൽ ഇദ്ദേഹം ഒരു നല്ല വ്യക്തി. അതെങ്ങനെയാണ് ആവുക? അദ്ദേഹം നയിക്കുന്ന, അദ്ദേഹം കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് CPIM.
സ്ഥാനാർത്ഥി നിർണയമൊക്കെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ ബന്ധപ്പെട്ട ഘടകങ്ങൾ തീരുമാനിക്കും. CPM-ൽ മാത്രം ഒരാളെക്കുറിച്ചൊരു കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച് എന്തോ വലിയ അപാകത സംഭവിച്ചു. ഇവിടെ കോൺഗ്രസ്സിലാണെങ്കിൽ എല്ലാം മുകളിൽ തീരുമാനിച്ച് വരുന്നതിനൊരു കുഴപ്പമില്ല. മറ്റെല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലും അവിടെ ഉന്നതാധികാര സമിതിക്ക് തീരുമാനിക്കാം. ഇവിടെ CPM കഴിഞ്ഞ 2 തവണ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇവിടെയുള്ള ഒരു ഇഷ്ടക്കേട് കാണിച്ചു. ഇവിടെയുള്ള പാർട്ടി തന്നെയാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയാക്കി VS അച്യുതാനന്ദനെ നിർത്തിയത്. അത് പാർട്ടിയുടെ അകത്ത് ഒരാൾ സ്ഥാനാർത്ഥിയാകണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച വന്നാൽ അതെല്ലാം ആ പാർട്ടി ആകെ തകർന്നു പോയി എന്ന് കണ്ടെത്തിയാൽ എന്താ ചെയ്യുക? ഇവിടെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഇവരെല്ലാവരും യോജിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ കൂടി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, ഇളമരം കരീം ഇപ്പോൾ ഈ കായൽ നികത്തതിനെ സംബന്ധിച്ച് ഇളമരം കരീമിൻ്റെ കാലത്ത് LDF ഗവൺമെൻറ് ഉത്തരവിട്ടിട്ടേയില്ല. ഈ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ പരിശോധിക്കാൻ ഉത്തരവിട്ട, അല്ലാതെ ഇത് നടപ്പാക്കാൻ ഉത്തരവിട്ടിട്ടില്ല. അന്ന് ഉത്തരവിട്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഇപ്പോൾ വീണ്ടും അവരുടെ നിന്ന് അപേക്ഷ വാങ്ങിച്ച് ഉമ്മൻചാണ്ടി ഉത്തരവിടുന്നത്? മാത്രമല്ല, അന്ന് ഉത്തരവിട്ടെങ്കിൽ ആ ഉത്തരവ് 5 വർഷം കൊണ്ട് എന്തുകൊണ്ട് നടപ്പാക്കാതിരുന്നു? ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം ഇപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ആ നടപ്പാക്കാൻ തീരുമാനിച്ചത് പാടില്ലാത്ത കാര്യമാണെന്ന് ആയതുകൊണ്ടല്ലേ ഇപ്പം അത് പിൻവലിക്കാൻ നിർബന്ധമായത്? അതിൽ ഇളമരം കരീം പ്രതിഷേധിച്ചില്ല, CPM പ്രതിഷേധിച്ചില്ല. ഇതൊക്കെ വസ്തുതാവിരുദ്ധമാണ്. എല്ലാവരും പ്രതിഷേധിച്ചിട്ടുണ്ട്. ശരി, ശ്രീ NM പിയേഴ്സൺ, തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും VS അച്യുതാനന്ദൻ്റെ സാന്നിധ്യം ഇടതു മുന്നണിക്ക് അനിവാര്യമാണ് എന്ന് നമുക്കൊരു നിഗമനത്തിലെത്താം. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമോ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കേണ്ട സാഹചര്യം എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ചൊരു അനിവാര്യതയല്ലല്ലോ. ഇവിടെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി സംഘടനാ ജീവിതം 15 വർഷം സെക്രട്ടറി ആയതിനു ശേഷം പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. നവകേരള മാർച്ച് നയിച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് മാർച്ച് നടത്തുന്നത്. ആ ഒരു ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ അക്കോമഡേഷൻ എന്ത് എന്നുള്ളതൊരു പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട്. അല്ല, പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന സംഘടനാ സംവിധാനങ്ങൾ വെച്ച് പരിശോധിച്ചാൽ പാർട്ടിക്ക് അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനായിട്ട് കഴിയും. വേണമെങ്കിൽ VS അച്യുതാനന്ദനെ മാറ്റി നിർത്താൻ പോലുമുള്ള ശേഷി അതിൻ്റെ സംഘടനാ സംവിധാനത്തിനകത്തുണ്ട്. പക്ഷേ ഞാൻ ഇതിക്ക് മുമ്പുമൊക്കെ പല ചർച്ചകളിലുമൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പറയുന്നത് പോലെ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 വർഷക്കാലത്തേക്ക് VS-നെ മുഖ്യമന്ത്രിയാക്കി മാന്യമായ രീതിയിൽ വിരമിക്കാനായിട്ട് അദ്ദേഹത്തെ അനുവദിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എൻ്റെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യം, ഇത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമൊന്നുമല്ല. ഇതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഭൂഷ രാഷ്ട്രീയം തന്നെയാണ്. അതിൻ്റെ പോപ്പുലിസം തന്നെയാണ് ഈ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. VS അച്യുതാനന്ദൻ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയുണ്ട്. അതായത് ഒരു പാർട്ടിക്കകത്ത് പാർട്ടിയുടെ തെറ്റുകൾക്കെതിരെ ഒരു വിമത ശബ്ദമുയരുമ്പോൾ ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കും. VS അച്യുതാനന്ദന് കിട്ടുന്നത് പോലെയുള്ള തന്നെ അംഗീകാരമാണ് കോൺഗ്രസിൽ അഴിമതിക്കെതിരായിട്ട് VN സുധീരൻ ശബ്ദിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ലഭ്യമാകുന്നതായിട്ടുള്ള അംഗീകാരമാണ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിക്കൂടി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആർക്കും അറിയാവുന്ന. നവകേരള മാർച്ച് അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ വൈകിയാണ് സ്റ്റേജിൽ വരുന്നത്. കാരണം തൻ്റെ മുന്നിലിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ കയ്യടിയും ആഹ്ലാദം ആർപ്പുളികളും അദ്ദേഹം ആഗ്രഹിക്കുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതികളല്ല. പക്ഷേ ഇവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് രീതികൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും എന്നിട്ട് ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുകയും ചെയ്യുന്ന കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇന്ത്യയിലാകമാനം തന്നെ നിലനിൽക്കുന്നതായിട്ടുള്ള വലിയ തരത്തിലുള്ള അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയുടെ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യ പോവുകയാണ് ചെയ്യുന്നത്. അതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി കേരളത്തിനകത്തുണ്ട്. ആ പ്രസക്തി എങ്ങനെയാണ് VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള അന്വേഷണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഭൂഷ രാഷ്ട്രീയത്തിനകത്ത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ അതിനൊരു സ്വീകാര്യത സമൂഹത്തിനകത്ത് കിട്ടുന്നതുകൊണ്ടാണ് ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ളതായിട്ടുള്ള വർത്തമാനങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് വരുന്നത്. അതിനപ്പുറമായിട്ട് വലിയ മഹത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അവതരിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് എന്നുള്ളത് ഇതൊരു പ്രവചനത്തിൻ്റെ സാധ്യതയല്ല, മറിച്ച് ഇടതു മുന്നണി അധികാരത്തിലെത്തിയാൽ പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. കാരണം അദ്ദേഹമാണ് പോളിറ്റ് ബ്യൂറോ അംഗം. അദ്ദേഹത്തിൻ്റെ സംഘടനാ ജീവിതം ഒരു ഘട്ടത്തിൽ പാർലമെൻ്ററി ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് ഉണ്ടാവുക. മുതിർന്ന നേതാക്കളെ മത്സരിപ്പിച്ച് മാർഗനിർദ്ദേശൻ മണ്ഡൽ BJP ഉണ്ടാക്കിയത് മാതിരി VS അച്യുതാനന്ദനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അങ്ങനെ ഒരു റോളാണോ കാത്തിരിക്കുന്നത്? അല്ല, അതിനകത്ത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സമകാലിക സാഹചര്യത്തിൽ
ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ, ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച ചില ധാരണകൾ CPM ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്തരം ധാരണയ്ക്ക് യോഗ്യനായ ഒരാളല്ലാതായി തീരും വി എസ് അച്യുതാനന്ദൻ എന്ന് കരുതുന്നയാളാണ് ഞാൻ. അത് ഞാൻ ഇപ്പോഴല്ല, ഇവിടെ നടന്ന പല ചർച്ചകളിലും ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്, പുതുതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമല്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സവിശേഷമായ വികസന രീതി, ആ വികസന രീതി എത്തി നിൽക്കുന്ന, ഒരുപക്ഷെ കേരള മോഡൽ എന്നൊക്കെ പറയുന്ന വികസന രീതി, അത് അങ്ങനെ തന്നെ ഇപ്പോൾ ക്ലാസിക്കൽ ഫോമിൽ പറയാനാവില്ല. അത് എത്തി നിൽക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ മുറിച്ചു കടക്കണമെങ്കിൽ നമുക്ക് ഒരു അഖിലേന്ത്യാ നിലവാരത്തിലുള്ള കാഴ്ചപ്പാട് മാത്രം പോരാ. ഒരുപക്ഷെ കേരളത്തിൻ്റെ സവിശേഷമായ ചില സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില കാഴ്ചപ്പാടുകൾ നമുക്ക് പുലർത്തേണ്ടതുണ്ട്. ആ നിലയ്ക്ക് പുലർത്താൻ പക്വതയാർന്ന, അതേ സംബന്ധിച്ച് ധാരണാ വ്യക്തതയുള്ള, ആ ഇമാജിനേറ്റീവായ ഒരു ലീഡർഷിപ്പ്, അതുകൊണ്ട് അത്തരമൊരു ലീഡർഷിപ്പിൻ്റെ അഭാവമാണ് ഒരുപക്ഷെ നമുക്ക് കൃത്യമായും ഈ CPMൻ്റെ വിഭാഗീയതയുടെ കാലഘട്ടത്തിലുടനീളം പാർട്ടി പ്രസ്ഥാനത്തെ പോലും തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. അത്തരമൊരു ക്വാളിറ്റി ഫിക്സേഷൻ, ആ ക്വാളിറ്റി ഫിക്സേഷനാണ് സത്യത്തിൽ കേരളം ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടിൻ്റെ മുന്നിലാണ് ഒരുപക്ഷെ മറ്റാരേക്കാളും യോഗ്യനായ ആളായി പിണറായി വിജയൻ മാറുന്നതായി ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹത്തിന് അധികാരം കിട്ടിയിരുന്ന സാഹചര്യത്തിൽ തൻ്റെ പരിമിതമായ അധികാരത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ആ വകുപ്പിനെ എങ്ങനെ ഇമാജിനേറ്റീവായി റീസ്ട്രീം ലൈൻ ചെയ്യാം, എങ്ങനെ ഉൽപാദനക്ഷമമാക്കാം, എങ്ങനെ ആസന്ന സാഹചര്യത്തെ നേരിടാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകാം. അതൊരു ചെറിയ അനുഭവമാണ്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൻ്റെ വികസന രംഗത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ കഴിഞ്ഞ EMS അക്കാഡമിയായി ബന്ധിപ്പിച്ച് നടത്തിയ ആ ചർച്ചയുണ്ടല്ലോ, ആ ചർച്ചയിലെ കാര്യങ്ങൾ, പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ അവതരിപ്പിച്ച ഒരു പരിപ്രേക്ഷ്യമുണ്ട്. കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യം വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിലനിർത്തിയിരുന്ന തെറ്റായ ആശയങ്ങളെ ധീരമായി കൈയൊഴിഞ്ഞുകൊണ്ട് പുതിയ ആശയങ്ങളിലേക്ക് സഞ്ചരിക്കാനും പുതിയ രീതിയിൽ ആ കാര്യങ്ങളെ അവതരിപ്പിക്കാനും ജനങ്ങളെ തന്നെ മുന്നിൽ നന്നായി കാണാനും കഴിയുന്ന ഒരു പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്ന രീതിയും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ഇതൊക്കെ തന്നെ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ മാത്രമേ ആനുകാലിക ആസന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് കഴിയാതിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറകോട്ടടിക്കുന്ന പ്രശ്നം. ശരി, അതൊരു ദൗർബല്യമായി താങ്കൾ കാണുന്നു. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രചരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി ഏറ്റവും വിമർശനാത്മകമായി കണ്ടത് VS അച്യുതാനന്ദന്റെ പ്രായത്തെയാണ്. അന്ന് തല നരയ്ക്കുന്നതല്ലെൻ്റെ വാർദ്ധക്യം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുന്നിൽ തല കുനിക്കാത്തതാണെൻ്റെ യൗവനം എന്നൊക്കെ VS അച്യുതാനന്ദൻ കവിത ചൊല്ലുകയുണ്ടായി. പക്ഷേ 5 വർഷം കഴിഞ്ഞും ആ കവിത ആവർത്തിക്കുവാൻ സാധിക്കുമോ? നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെയൊക്കെ മുഖ്യമന്ത്രിമാരെ ഒക്കെ പോലെ ചുറുചുറുക്കുള്ള, കുറെ കൂടി യുവത്വമുള്ള, കാര്യങ്ങൾ കുറെ കൂടി പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന, അങ്ങനെ വളരെ പെട്ടെന്ന് ചടുലമായി ഇടപെടാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി വേണം എന്ന് കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുകയില്ലേ? പാർട്ടിക്ക് പ്രായം ഒരു പ്രശ്നമല്ലായിരിക്കാം, പക്ഷേ വോട്ടർമാർക്ക് VS അച്യുതാനന്ദൻ്റെ പ്രായം ഒരു പ്രശ്നമാകില്ലേ? വോട്ടർമാരുടെയും പാർട്ടിയുടെയും ഒക്കെ ആഗ്രഹത്തിനനുസരണമായി ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം. ആ മുഖ്യമന്ത്രി ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നുള്ളത് ഒഴിച്ചാൽ ഈ കേരളം ആവശ്യപ്പെടുന്ന വെല്ലുവിളികളെയൊക്കെ നേരിടാൻ പ്രാപ്തനായ ഒരു മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വരുമ്പോൾ ഉണ്ടാവും. ആ അവസരത്തിൽ മാത്രമേ മുഖ്യമന്ത്രിയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ഞങ്ങൾ പ്രായത്തെ ബഹുമാനിക്കും, ചുറുചുറുക്കിനെ ബഹുമാനിക്കും, ഫ്യൂച്ചറിനെ കുറിച്ച് ധാരണയുള്ള വ്യക്തിത്വങ്ങളെ ബഹുമാനിക്കും. ഇതെല്ലാം ബഹുമാനിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏതെങ്കിലും ആൾക്കാരെ, ഏതെങ്കിലും ഒരു കഴിവിനെ ഇകഴ്ത്തി കാണിക്കലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. ആ നിലയിൽ സ്യൂട്ടബിളായ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമെന്ന അഭിലാഷനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാം വിശ്വസിക്കാം. ഈ കേരളത്തെ നയിക്കാൻ, കേരളത്തെ ഇന്നത്തെ ഈ പടുകുഴിയിൽ നിന്ന് കരകയറ്റാൻ, കേരളം നിന്ന് നേരിടുന്ന വെല്ലുവിളികളെയൊക്കെ നേരിടാൻ പ്രാപ്തമായ ഒരു ഗവൺമെൻറ് ഉണ്ടാവും. ആ ഗവൺമെൻറ് അതിനെ നയിക്കാൻ പ്രാപ്തനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. അതാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ്റെ ആത്മവിശ്വാസം. എല്ലാ ആശംസകളും ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ NM പിയേഴ്സൺ, ശ്രീ ഭാസുരേന്ദ്ര ബാബു.